ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കൊട്ടിക്കലാശം ആവേശകരമാക്കാനൊരുങ്ങി മുന്നണികൾ. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് മറ്റന്നാൾ. സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത് 883 സ്ഥാനാർത്ഥികൾ. ഹോം വോട്ടിംഗ് 98% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള 5 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ഇന്ന് ലോകാരോഗ്യ ദിനം. ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. മുൻനിര നേതാക്കളെ അടക്കം എത്തിച്ചുള്ള ആവേശകരമായ പ്രചാരണത്തിനാണ് കേരളം ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. മറ്റന്നാളാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പരസ്യപ്രചാരണം അവസാനിച്ച ശേഷമുള്ള 48 മണിക്കൂർ സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണമായിരിക്കും നടക്കുക. ഈ സമയത്ത് പ്രകടനങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണങ്ങളോ പാടില്ല. നിശബ്ദ പ്രചാരണത്തിൽ പാലിക്കേണ്ട കർശന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടർമാർ ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപുള്ള 48 മണിക്കൂർ നേരം പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ നടത്താൻ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റ് വിനോദ പരിപാടികൾ എന്നിവയ്ക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴി തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. റേഡിയോ വഴിയുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. വോട്ടെടുപ്പ് ദിവസവും അതിന്റെ തലേ ദിവസവും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. മണ്ഡലത്തിലെ വോട്ടർമാരല്ലാത്ത പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടി ഭാരവാഹികളും പ്രചാരണ സമയം അവസാനിച്ചാലുടൻ മണ്ഡലം വിട്ടു പോകണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഹോം വോട്ടിംഗ് 98% പൂർത്തിയായി. പോളിംഗ് ജീവനക്കാരിൽ 40% പേർ ഇതിനകം വോട്ട് ചെയ്തു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 160 സംഘം കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചതായും ശ്രീ കേൽക്കർ പറഞ്ഞു. എക്സിറ്റ് പോളുകൾക്ക് ഈ മാസം 29-ാം തീയതി വൈകുന്നേരം 6 മണി വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മുതൽ 48 മണിക്കൂർ മദ്യനിരോധനം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് സെൻട്രൽ ആംഡ് റിസർവ് പോലീസ് ഫോഴ്സ് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് 160 ടീംസ് ഓൾറെഡി ലഭ്യമാണ്. അതിനൊപ്പം സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് 25,000 ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിലെ 3200 വോളണ്ടിയേഴ്സ് കൂടി സജീവമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 7 AM ഓൺ 9th April മുതൽ 6:30 PM ഓൺ 29th April വരെ എക്സിറ്റ് പോളിന്റെ പ്രൊഹിബിഷൻ ഉണ്ടാവും. ഒപ്പീനിയൻ പോൾസ് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 9th April വരെ ഇത് പ്രൊഹിബിറ്റഡ് ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയൊരുക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 2,500 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യൽ യൂണിറ്റുകൾ, ബറ്റാലിയനുകൾ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ സേനാംഗങ്ങളെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. പ്രചാരണ സമാപനത്തിന്റെ ഭാഗമായി പാലക്കാട് മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും കലാശക്കൊട്ട് നഗരത്തിലെ സുൽത്താൻപേട്ട ജംഗ്ഷനിൽ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. UDFന്റെ പ്രചാരണ സമാപന റാലി വൈകിട്ട് മേലാമുറി ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുക. ശകുന്തള ജംഗ്ഷനിലൂടെ കടന്ന് 5 വിളക്കിന് മുന്നിലൂടെ സുൽത്താൻപേട്ടയിൽ എത്തും. LDFന്റെ സമാപന റാലി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിക്കും. ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി സുൽത്താൻപേട്ടയിലെത്തി സമാപിക്കും. NDAയുടെ പ്രചാരണ സമാപന റാലി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് വഴി സുൽത്താൻപേട്ട ജംഗ്ഷനിൽ സമാപിക്കും. കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6:30 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കേരളത്തിന് പുറമെ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പശ്ചിമബംഗാൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്നാണ് നടക്കുന്നത്. ഈ മാസം 23-നും 29-നും 2 ഘട്ടങ്ങളായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനങ്ങളിലെ അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനായി 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തെഴുതി. അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന സിലിണ്ടറുകളുടെ ശരാശരി ദൈനംദിന വിതരണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും വിഹിതത്തിലെ വർധനയെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളിൽ ഇസ്രയേൽ ഇന്നലെ ആക്രമണം നടത്തി. ഇറാന്റെ ഏറ്റവും വലിയ വാതക കേന്ദ്രമായ അസ്ലുയിലെ സൌത്ത് പാർസ് വാതക പാടം ഇസ്രയേൽ ആക്രമിച്ചു. സൌദി അറേബ്യയിലെ മിസൈൽ ആക്രമണങ്ങളും അൽ ജുബൈലിലെ തീപിടുത്തവും ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങളും പ്രാദേശിക അസ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. അതേസമയം ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് സമയപരിധിക്ക് മുമ്പ് വീണ്ടും തുറന്നില്ലെങ്കിൽ അമേരിക്ക ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയെ ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കിങ് ഫഹദ് കോസ്വേ ഇറാനിയൻ ആക്രമണ ഭീഷണി തുടർന്ന് ഇന്ന് പുലർച്ചെ അടച്ചു. ഇന്ന് ലോകാരോഗ്യ ദിനം. 1948 ഏപ്രിൽ 7-ന് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വൈയക്തിക ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ ഭൂമിക്കായി പ്രവർത്തിക്കുന്നവർക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. സന്തോഷകരവും സമൃദ്ധവുമായ ഒരു സമൂഹത്തിന്റെ അടിത്തറയാണ് ആരോഗ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി അമരാവതിയെ പ്രഖ്യാപിക്കുന്ന ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി 2026-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ബജറ്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് പാർലമെന്റ് ബിൽ പാസാക്കിയത്. ആണവോർജ്ജ മേഖലയിൽ രാജ്യത്തിന് ചരിത്ര നേട്ടം പകർന്ന് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായി. പൂർണ്ണതോതിലുള്ള ഊർജ്ജ ഉൽപാദനത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. ആണവോർജ്ജ മേഖലയിലെ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നേട്ടത്തിനു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള റിയാക്ടർ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ റഷ്യയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 2ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് ഗുവാഹത്തിയിലാണ് മത്സരം. ഇന്നലത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഇന്റർ കാശിയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. WHO നിയോഗിച്ച കരാർ തൊഴിലാളി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗാസയിൽ നിന്ന് രോഗികളെ ഒഴിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച് ലോകാരോഗ്യ സംഘടന. മേഖലയിലെ പൌരന്മാരുടെയും സന്നദ്ധ സേവകരുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ലോകാരോഗ്യ സംഘടന മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടന്ന ആക്രമണങ്ങളിൽ 1700-ലധികം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കൊട്ടിക്കലാശം ആവേശകരമാക്കാനൊരുങ്ങി മുന്നണികൾ. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് മറ്റന്നാൾ. സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത് 883 സ്ഥാനാർത്ഥികൾ. ഹോം വോട്ടിംഗ് 98% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള 5 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ഇന്ന് ലോകാരോഗ്യ ദിനം. ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.